ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് കർത്താവിൻ്റെ മാമോദീസ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ മാമോദീസയെ ഓർക്കാൻ പറ്റിയ ഒരു സമയമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് മാമോദീസ സ്വീകരിക്കുന്നത്? നമുക്ക് ജന്മപാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി കൂടിയാണ്. അത് ആദ്യ മാതാപിതാക്കളുടെ പാപം, അനുസരണക്കേട്, അതിൻ്റെ ഒരു ഫലം നമുക്കുണ്ട്. അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നത്. മാമോദീസ എന്നാൽ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജന്മപാപത്തിൽ നിന്നും കർമ്മപാപം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് ക്രിസ്ത്യാനികളും ദൈവമക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളുമാക്കി തീർക്കുന്ന കൂദാശയാണ് ജ്ഞാനസ്നാനം. അപ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കത്തോലിക്ക മാമോദീസ സ്വീകരിക്കുവാൻ നമുക്ക് സാധിച്ചതിനെ ഓർത്ത്. ഈശോ എന്തുകൊണ്ടാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? ഈശോയ്ക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം യോഹന്നാൻ കൊടുത്തത് അനുതാപത്തിൻ്റെ, പാപമോചനത്തിൻ്റെ ജ്ഞാനസ്നാനമാണ്. പാപമില്ലാത്തവൻ എന്തിനാണ് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്? അത് മത്തായിയുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ സ്നാപക യോഹന്നാൻ അത് പറയുന്നുണ്ട്. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക ഉചിതമാണ്. അവൻ സമ്മതിച്ചു. ലൂക്കായുടെ സുവിശേഷമാണ് നമ്മളിന്ന് വായിച്ച് കേട്ടത്. അവിടെ ഈ ഒരു കാര്യം പറയുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് അത് ദൈവത്തിൻ്റെ ഒരു ഹിതമാണ്, അനുസരണത്തിൻ്റെ ഭാഗമാണ്. പറുദീസയിൽ അനുസരണക്കേടെന്നൊരു തിന്മ വന്നപ്പോൾ പുതിയ നിയമത്തിൽ പുതിയ ആദം, 2-ാം ആദം എന്ന് പറയപ്പെടുന്ന ഈശോ അനുസരണത്തിൻ്റെ ഭാഗമായി ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടായിരിക്കാം ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? ഈശോ മനുഷ്യനായി അവതരിച്ചു. മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മനുഷ്യനെ അവതരിച്ചു. അപ്പോൾ എല്ലാ കാര്യത്തിലും മനുഷ്യനോട് താതാത്മ്യപ്പെടണം. അപ്പോൾ മനുഷ്യരെല്ലാവരും സ്വീകരിക്കേണ്ട അനുതാപത്തിൻ്റെ, പാപമോചനത്തിൻ്റെ ജ്ഞാനസ്നാനം ഈശോയും സ്വീകരിച്ചു. അപ്പം മനുഷ്യരോട് താതാത്മ്യപ്പെടാൻ വേണ്ടി, മനുഷ്യരോട് ഐക്യപ്പെടാൻ വേണ്ടി. അപ്പോൾ ഈശോ പാപിയല്ല, പക്ഷേ ഒരു പാപി സ്വീകരിക്കേണ്ട ഒരു കാര്യം ഈശോ സ്വീകരിച്ചു. അപ്പോൾ ഈശോ പാപിയുടെ ഗണത്തിലേക്ക് ഇറങ്ങി വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളത് കേൾക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. അത് 8-ാമത്തെ വാക്യത്തിൽ, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. ഇനി കൊറിന്തോസാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവന് ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പോൾ ഒരു പാപമാക്കി എന്ന് പറയുമ്പോൾ അത് ഈശോയുടെ എളിമപ്പെടലാണ്. നശിപ്പിക്കപ്പെടേണ്ട മനുഷ്യനെ പോലെ ഒരു ഗണത്തിലേക്ക് ഈശോ ഇറങ്ങി വന്നു. ഇനി ഈശോ ഇതിലേക്ക് മാമോദീസ സ്വീകരിക്കണമെന്നൊരു കാര്യമുണ്ടല്ലോ, അത് ദൈവഹിതമാണല്ലോ. അപ്പോൾ ഈശോ അത് സ്വീകരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ധ്യാനത്തിൽ വിഷയമായൊരു ചിന്തയാണ്, ഈശോയുടെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഇടുന്നുണ്ട്. അതിലൊരു കാര്യമാണ്, ഈശോ പാപികളുടെ കൂടെ പോയി നിലനിന്നു. പാപികളുടെ കൂടെ പോയി നിലനിൽക്കേണ്ട കാര്യമില്ല. മാമോദീസ സ്വീകരിച്ചാൽ മതി, പക്ഷേ കുറച്ചുകൂടി ഇനീഷ്യേറ്റീവ് ഈശോ എടുക്കുകയാണ്. ഈശോ പാപികളുടെ കൂടെ പോയി നിലനിന്ന് അവരുടെ കൂടെ നിന്ന് മാമോദീസ സ്വീകരിച്ചു. അപ്പോൾ അത് ഇങ്ങനെ ഈശോയുടെ കയ്യിൽ നിന്ന്, ഈശോയ്ക്ക് വേണമെങ്കിൽ ആ സ്നാപക യോഹന്നാൻ പറയുകയാണ്, നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിക്കേണ്ടത് നീ എൻ്റെ അടുത്ത് വരുന്നുവോ? ഓക്കെ, അങ്ങനെയാണല്ലേ, ഓക്കെ ശരി, എങ്കിൽ വേണ്ട, അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം, ദൈവപുത്രനല്ലേ, സ്കിപ്പ് ചെയ്ത് കളയാം. പക്ഷേ അവിടെയൊക്കെ ഈശോ തൻ്റെ ഇനീഷ്യേറ്റീവ് കുറേ കൂടി ദൈവപിതാവിന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം, ഇത് സർവ്വനീതിയും പൂർത്തിയാക്കുക, അത് ദൈവഹിതമാണ് എന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ടുള്ള ഈശോയുടെ ഒരു ശ്രമമുണ്ട്. പാപികളുടെ കൂടെ പോയി നിലനിന്നത് അത് ഈശോയുടെ കയ്യിലെ ഒരു ഇനീഷ്യേറ്റീവാണ്.
അപ്പോൾ അത്രയും ഇനീഷ്യേറ്റീവൊക്കെ എടുക്കുമ്പോഴും സ്വർഗത്തിൽ നിന്ന് വലിയൊരു കൺസിഡറേഷൻ, അപ്രീസിയേഷൻ ഉണ്ടായി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ സംപ്രീതനായിരിക്കുന്നു. ബെസ്റ്റ് കണ്ണ മകനെ, നീയാടാ മകൻ എന്ന് പറയുന്ന ഒരു നീ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ദൈവപിതാവ് സ്വർഗത്തിൽ നിന്ന് പറയുന്ന പോലെ ഒരു അപ്രീസിയേഷൻ. ഇത് ഒന്ന് ഓർത്ത് നോക്കിയേ, അവരങ്ങോട്ടും ഇങ്ങോട്ടും അത് കൊടുക്കുന്നുണ്ട്. പിതാവായ ദൈവം ഈ പരിഗണന കൊടുക്കുന്നുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ പ്രോജക്റ്റ് അല്ലേ ഈശോയുടെ കുരിശുമരണം. ഈശോ അതിന് സമ്മതിച്ചു, ഞാൻ പാപികൾക്ക് വേണ്ടി മരിക്കാൻ പോകാം. അങ്ങനെ ഒരു വലിയ കാര്യം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുന്ന ഭംഗിയാക്കേണ്ട കാര്യങ്ങളാണ് ഈശോ ചെയ്യുന്നത്. പാപികളുടെ കൂടെ നിരനിന്നു കുറച്ചുകൂടി ഭംഗിയായിട്ട് അത് ചെയ്യുക. വേണോ വേണ്ട എന്ന് കരുതി അല്ല ഈശോ ചെയ്യുന്നത്. ഈശോ കുറച്ചുകൂടി അത് ഭംഗിയാക്കി തൻ്റെ ഭാഗത്തു നിന്ന് ഇനീഷ്യേറ്റീവ് ഒക്കെ എടുത്ത് അത് വളരെ ഭംഗിയായിട്ടാണ് ഈശോ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ഭംഗിയായിട്ട് ചെയ്യുമ്പോഴും ഈശോയ്ക്ക് തീർച്ചയായിട്ടും ഈ അപ്രീസിയേഷൻ കിട്ടും. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, നമുക്ക് അനുദിന ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്നൊരു സന്ദേശം, നമുക്ക് ഒന്ന് സപ്പോർട്ട് കൊടുത്താൽ രക്ഷപ്പെട്ടു പോരാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു മകൻ 10ാം ക്ലാസ്സിൽ ഒരു പരീക്ഷയ്ക്ക് തോറ്റുപോയി. അപ്പോൾ അവന് വീട്ടിൽ പോകാൻ പേടിയായി. അവൻ്റെ വീട് കടൽ തീരത്താണ്. അവൻ കടൽ തീരത്ത് കുറേ നേരം പോയി നിന്നു. നിരാശ കൊണ്ട് അങ്ങനെ നിന്നു. പിന്നെ എങ്ങനെയോ അതിൽ നിന്ന് പിന്തിരിഞ്ഞവൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലാരും ചോദിച്ചില്ല, പരീക്ഷയെക്കുറിച്ച് ആരും ചോദിച്ചില്ല. പിന്നീട് അവരറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആരും കുറ്റപ്പെടുത്തിയില്ല. 1 മാസം കൊണ്ട് അവൻ അത് ഇൻറ്റൻസീവായിട്ട് പഠിച്ച് എഴുതി അവൻ പാസ്സായി. നമുക്ക് ഒന്ന് താങ്ങിക്കൊടുക്കാമായിരുന്നെങ്കിൽ, യഥാർത്ഥത്തിൽ ഏത് ഫ്രണ്ട്ഷിപ്പിൻ്റെയും മാരീഡ് ലൈഫിൻ്റെയും പ്രധാനപ്പെട്ടൊരു ക്രൈറ്റീരിയ സൗന്ദര്യമോ ഗുണഗണങ്ങളോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തെ നയിക്കേണ്ടത്. കൺസിഡറേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, പരിഗണനയും മനസ്സിലാക്കലും. വേറെന്തൊക്കെ ഉണ്ടായാലും ഇതൊന്നുമില്ലെങ്കിൽ മുന്നോട്ട് പോകില്ല. ഏത് ഫ്രണ്ട്ഷിപ്പായാലും ഏത് കുടുംബജീവിതമായാലും. അപ്പോൾ കുടുംബജീവിതത്തിൽ ഇത് വേണം, പരിഗണന വേണം. നമ്മൾ ആളുകളുടെ മുമ്പിലൊക്കെ വെച്ച് ഭാര്യയെ ഇൻസൾട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ മകനെ ഇൻസൾട്ട് ചെയ്യുന്നവരുണ്ട്, ഭർത്താവിനെ ഇൻസൾട്ട് ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഒന്ന് താഴേക്ക് പോകാം, മനസ്സിടിഞ്ഞു പോകാം. നമ്മൾ തരം താഴ്ത്തി സംസാരിച്ചതിൻ്റെ പേരിൽ ജീവിതം തകർന്നു പോയ കുറേ മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മുന്നിൽ. ഒരു താങ്ങ് കൊടുത്തിരുന്നെങ്കിൽ കയറിപ്പോരുമായിരുന്നു. അപ്പോൾ ഒരു സപ്പോർട്ട്, ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആളുകളുടെ മുമ്പിൽ പറയാതെ, അവൻ്റെ കുറവുകൾ പറയാതെ ഗുണങ്ങളൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോരുമായിരുന്നു. അപ്പോൾ നമ്മളുടെയും ജീവിതം നോക്കിയാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ കുറേ കൂടി, ചിലപ്പോൾ എത്രയോ വർഷങ്ങൾ വെറുതെ പോയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മളങ്ങനെ സപ്പോർട്ട് ലഭിക്കണമെങ്കിൽ സപ്പോർട്ട് ലഭിക്കേണ്ട ചില ക്വാളിഫിക്കേഷൻസും നമ്മൾ കാണിക്കണ്ടേ. നേരാവണ്ണം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപ്രീസിയേഷൻ ലഭിക്കുമല്ലോ. നമുക്ക് നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നന്നായിട്ട് പഠിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇല്ലേ. ഇപ്പോൾ ഈ കുടുംബജീവിതത്തിൽ മുതിർന്നവർ പോലും ചിലപ്പോൾ ഈ ദേവാലയത്തിൽ, ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുമ്പോൾ നിങ്ങളിവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ദേവാലയത്തെ എത്രയോ താങ്ങി നിർത്തുന്നുണ്ടെന്നറിയാവോ? അത് നിങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്. ഇത്രയും വലിയ തീർത്ഥാടന കേന്ദ്രം ഇവരിവിടെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യാവുന്നത് എന്താ? ഇപ്പോൾ ഒരു മലയാളി ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താ പറ്റുന്നത്? ഇവിടെ വന്നിട്ട് നമ്മൾ മറ്റു ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അഭിഷേകം നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും മോശമായ പ്രവൃത്തികൾ ചെയ്താലോ? അപ്പോൾ അപ്രീസിയേഷൻ കിട്ടുമോ? മാതാവിൻ്റെ അപ്രീസിയേഷൻ കിട്ടുമോ? ഈശോയുടെ അപ്രീസിയേഷൻ കിട്ടുമോ? ഈശോയ്ക്ക് ആ ക്വാളിറ്റി ഉണ്ട്. അവർ അവസാനം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ അവരെല്ലാം വലയൊക്കെ എടുത്തിട്ട് അവർ പണിക്ക് പോയി. ഇനിയൊന്നും ഈശോയെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ മീൻ പിടിക്കാൻ പോയി. മീൻ പിടിച്ചിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ അവരങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കുഞ്ഞുങ്ങളെ, യോഹന്നാൻ 21:5, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? ഇത് നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോയത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തതല്ലേ, എന്തിനാണ് ഇട്ടിട്ട് പോയത് എന്നൊക്കെ പറഞ്ഞ് അവിടെ കുറ്റപ്പെടുത്തുകയോ ഒന്നുമില്ല. അപ്പോൾ ഈശോയുടെ ഒരു ക്വാളിറ്റി കൂടിയാണത്. അപ്പോൾ ദൈവം അങ്ങനെ നമ്മളെ സഹായിക്കാൻ തയ്യാറാണ്, ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്, കൂടെ നിൽക്കാൻ തയ്യാറാണ്. പക്ഷേ എന്നിട്ടും നമ്മളൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിലോ?
എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഞാൻ പറയുന്നത് പൈസ കൊടുക്കുന്നതിനെക്കുറിച്ചല്ല. നമ്മുടെ മനസ്സ്, നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഒരു സ്നേഹം. ഇതൊരു തീർത്ഥാടന കേന്ദ്രമല്ല. ഇവിടെ വന്ന് മദ്യപിക്കുകയൊന്നും ചെയ്യരുത്, ഇല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ദേവാലയത്തോട് എന്തെങ്കിലും ചേർത്ത് വെക്കുന്നതിന് പകരം നമ്മൾ ആയിട്ട് എന്തെങ്കിലും ഒരു കുറവുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈശോ ചെയ്തത് എന്താ? ഈശോയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഈശോ ചേർത്ത് വെച്ചു. അപ്പോൾ ഈശോയ്ക്ക് നല്ലൊരു പരിഗണന കിട്ടി. പരിഗണന നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പരിഗണനയും അണ്ടർസ്റ്റാൻഡിങ്ങും കിട്ടത്തക്ക വിധത്തിലുള്ള ക്വാളിറ്റികൾ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകട്ടെ. നമുക്ക് ഈ മാമോദീസ തിരുനാളിൽ നമുക്ക് പ്രത്യേകം ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ അംഗീകാരം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളൊത്തിരി അനുഗ്രഹിക്കട്ടെ.